വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. ആരോഗ്യരംഗത്തെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. 4 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചതോടെ തിരുവനന്തപുരത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. നെയ്യാറ്റിൻകരയിലെ ശ്രീകാരുണ്യ ഹോസ്റ്റലിലെ അന്തേവാസികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് കോളറ ബാധിച്ചവരുടെ എണ്ണം 12ആയി ഉയർന്നിരിക്കുകയാണ്. ഇതുവരെ രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളുണ്ട്. റോഷിപാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. റോഷി, ഈ രോഗബാധയുടെ ഉറവിടം അത് ഏതെങ്കിലും ജലസ്രോതസ്സാണെങ്കിൽ അത് ഏതാണെന്ന് കണ്ടെത്താനാകാത്തതാണ് ആശങ്ക. പ്രത്യേകിച്ച് ആ സ്രോതസ് കണ്ടെത്തി അത് ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആരോഗ്യവകുപ്പ് എന്തൊക്കെയാണ് പറയുന്നത്? നിലവിൽ എത്ര പേരാണ് ചികിത്സയിലുള്ളത്? ബിനിൽ, നെയ്യാറ്റിൻകരയിൽ കോളറ പടരുമ്പോൾ ഇതിൻ്റെ സ്രോതസ് കണ്ടെത്താൻ ഇതുവരെ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. പക്ഷേ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുകയും DMOയുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനം നേരത്തെ തന്നെ തുടങ്ങുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോളറ ബാധിച്ച് ഇനിയും 9 കോളറ ലക്ഷണങ്ങളുമായി 9 പേർ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അവരുടെ പരിശോധന ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല, നെയ്യാറ്റിൻകര ഈ കെയർ ഹോമിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ക്ലോറിനേഷൻ അടക്കം നടത്തി. അതുകൊണ്ട് ഈ കെയർ ഹോമിലെ അന്തേവാസികൾക്കല്ലാതെ മറ്റാർക്കും ഇതുവരെ കോളറ സൂചനയുള്ള ലക്ഷണങ്ങളൊന്നും വന്നിട്ടില്ല എന്നതാണ് ഏക ആശ്വാസം. ഏതായാലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാരണം 2 പേർക്ക് മലേറിയ കൂടി തിരുവനന്തപുരത്ത് സ്ഥിരീകരിച്ച ഒരു സാഹചര്യമുണ്ട്. ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആശങ്ക വേണ്ട, കൃത്യമായ സുരക്ഷിതമായി കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഈ കോളറയുമായി ബന്ധപ്പെട്ട് കോളറ പുതിയ ക്ലസ്റ്റർ രൂപപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. അതിനൊപ്പം തന്നെ പകർച്ചപ്പനി സംസ്ഥാനത്ത് വ്യാപകമാണ്. ഇന്നലെ മാത്രം 11 പേരാണ് പകർച്ചപ്പനി ബാധിച്ച് മരിച്ചത്. അത് ഒപ്പം തന്നെ 12,000-ന് മേൽ ആളുകൾ പനിയുമായി വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഡെങ്കിപ്പനിക്കൊപ്പം തന്നെ H1N1 വളരെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത്. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. പനി ബാധിതരുടെ എണ്ണം കൂടുമ്പോൾ തന്നെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ആശങ്കയായി കോളറ വ്യാപനം തുടരുകയാണ്. കേന്ദ്രത്തിലുള്ള കൂടുതൽ ആളുകൾക്ക് കോളറ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അതിൻ്റെ ഉറവിടം, സോഴ്സ് എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകമായി നൽകുന്നു ആരോഗ്യവകുപ്പ്.